ഹലോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് മാർക്കറ്റിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് ഫോണാണ് നമ്മുടെ 13 Pro Maxും 15 Pro Maxും. അപ്പൊ അതിനർത്ഥം ബാക്കി ഫോണുകൾ തിളങ്ങി നിൽക്കുന്നില്ല, ബാക്കിയുള്ള ഫോണിന്റെ ഇല്ല. അപ്പോ ഈ രണ്ട് ഫോണും ക്യാമറ തമ്മിൽ മുന്നേ കുറെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 13 Pro Maxിന്റെ ക്യാമറയാണ് ഏറ്റവും നല്ലത്, അതിന് വല്ല ഇപ്പോഴും ഒരു ഫോൺ വന്നിട്ടില്ല തള്ളി മറിക്കണം ഇൻസ്റ്റയിൽ. അപ്പൊ എന്റെ എന്തായാലും ആ സാധനമാണല്ലോ 13 Pro ആണല്ലോ. അപ്പൊ നമുക്ക് എന്റെ ഫ്രണ്ടിന്റെ 15 Pro ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടിന്റെ ക്യാമറ എങ്ങനെയുണ്ട് നോക്കാം. അപ്പൊ ഞാൻ അത്ര പ്രൊഫഷണൽ അല്ല, ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോ കുറെ മണ്ടത്തരം അപ്പൊ ക്ഷമിച്ച് കാണുക. ഓക്കെ. അപ്പൊ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ബേസിൽ രണ്ടും 12 MP അപ്പൊ ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പറേറ്റ് കുറച്ച് കുറവാണ് മറ്റേ 15 Pro Maxിൽ. അപ്പൊ അതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസും കുറച്ചുകൂടി ലൈറ്റ് നമുക്ക് പിടിച്ചെടുക്കും നമ്മുടെ 15 Pro Max. അപ്പൊ നമുക്ക് അത് എത്രത്തോളം വ്യത്യാസം നോക്കാം. അപ്പൊ ഈ കാണുന്നതാണ് ഒരു സുന്ദരന്റെ രണ്ട് സെൽഫി. അപ്പൊ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 13 Pro Max ആണ്. അത് ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. അപ്പൊ നമുക്ക് ആദ്യം സൂം ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ എന്റെ കണ്ണിന്റെ അവിടേക്ക് സൂം ചെയ്തു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് കണ്ടറിയാൻ അത്ര വലിയ വ്യത്യാസം. നല്ലോണം സൂം ചെയ്യുമ്പോൾ നമ്മുടെ 15 Pro Max ലേശം ഷാർപ്പറായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ട നമ്മുടെ പുരികം കണ്ട കുറച്ച് ഷാർപ്പറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ഇനി വേറെ ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പൊ നമ്മള് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിന്നു എന്ന് വെച്ചാൽ എന്റെ പിന്നിലാണ് ഇപ്പൊ സൂര്യൻ നിൽക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ 15 Pro Max കുറച്ച് ഷാർപ്പറായിട്ടാണ്. അത് ചിലപ്പോൾ പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും, അല്ലാണ്ട് ലെൻസിൽ രണ്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ സൂം ചെയ്യുമ്പോൾ എന്നാലും നമുക്ക് ഷാർപ്പസ്റ്റ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ 15 Pro Max ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ ഹൈലൈറ്റ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പിന്നീട് സൂര്യൻ ഉണ്ട്, അത് പുറമെ രണ്ട് ആകാശവും മറ്റേ രണ്ടാളും വലിയ കാര്യമായിട്ട് പ്രോസസ് ചെയ്തിട്ടൊന്നുമില്ല, മറ്റേ വെളിച്ചടിച്ചിട്ട് നിൽക്കുന്നത്. അപ്പൊ ഹൈലൈറ്റ്സ് പ്രോസസ് ചെയ്യാനൊന്നും വലിയ കാര്യമൊന്നുമില്ല രണ്ടും. പിന്നെ നമ്മുടെ 13 Pro Maxന്റെ കുറച്ച് സോഫ്റ്റർ ആയിട്ടും 15 Pro Maxന്റെ കുറച്ച് ഷാർപ്പായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഈ കേസിൽ എനിക്ക് തോന്നുന്നു 15 Pro Max തന്നെയാണ് അടിപൊളി. കാരണം കണ്ട പല്ല് കാണിക്കണ്ട, കുറച്ച് ഇറക്കിയേക്കാം. അപ്പൊ നമ്മൾ മാക്സിമം സൂം ചെയ്ത് നോക്കിയപ്പോൾ ഈ കേസിലായാലും പുരികം കണ്ടില്ലേ, 15 Pro Max ആണ് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളത്. അപ്പൊ പിന്നെ നമുക്ക് വീഡിയോ ഫ്രണ്ട് ക്യാമറന്റെ വീഡിയോ എങ്ങനെയായിരിക്കും, നമുക്ക് ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ. അപ്പൊ അതിൽ നമുക്ക് എങ്ങനെയായിട്ട് നോക്കാം. ഓക്കെ. അയ്യോ അപ്പൊ ഇത് രണ്ടാണ് ഫ്രണ്ട് ക്യാമറ. അപ്പോ മുന്നത്തെ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയാണ് രണ്ടും. 15 Pro Max കുറച്ച് ഷാർപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, മറ്റേ കുറച്ച് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ രണ്ടും 4K 30 ഞാൻ ഇട്ടിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വ്യത്യാസങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല. ഇനി നമുക്ക് മൈക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേൾക്കണത് എന്റെ iPhone 13 Pro Maxന്റെ സൗണ്ടാണ്. ഇപ്പൊ ഞാൻ പറയണത് 15 Pro Maxന്റെ. ഇവിടെ നല്ല കാറ്റുണ്ട്. അപ്പൊ സൗണ്ട് എങ്ങനെയാന്ന് ഈ മൈക്ക് വെച്ചാൽ നോക്കണ്ട, ഞാൻ ഊരിട്ടേക്കാം. അപ്പൊ സൗണ്ട് എങ്ങനെയാന്ന് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കേൾക്കാം. അപ്പൊ നമുക്ക് ഇനി മെയിൻ ക്യാമറ എങ്ങനെ നോക്കാം. മെയിൻ ക്യാമറയിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ 15 Pro Maxൽ 48 മെഗാപിക്സലും 13 Pro Maxൽ 12 ആണ്. അപ്പൊ 13 Pro Maxലൊന്നും അവർക്ക് 12 48 ആക്കാൻ തോന്നിയില്ല. അവർ കൊല്ലങ്ങളായിട്ട് 12 വെച്ചിട്ടില്ല കളിക്കണം. അപ്പൊ അതന്നെയാണ് 30 Pro Max വരുന്നുള്ളത്. പക്ഷെ നമ്മള് സാധാരണ എടുക്കുമ്പോൾ ഈ 48 മെഗാപിക്സൽ ഫോട്ടോ അല്ലേ വരിക, 24 തോന്നുന്നു. അപ്പൊ നമുക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിവിടെ രണ്ട് പിള്ളേര് കുളിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. കുളിസീനല്ല, അടുത്ത് പറയാണ്ട് വന്നതാണ്. അപ്പൊ നമുക്ക് ഇന്ന് അവരെ വെച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പൊ ഇവന്മാരെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാൽ മനസ്സിലാവും 15 Pro Max ആണ് കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളത്. പിന്നെ അത് നോക്കണ്ട, നമുക്ക് ഇതിന്റെ അപ്പുറത്ത് ഒരു VP ഉണ്ട്. ഈ VPയിലാണ് എല്ലാവരും കത്തിക്കാൻ സാധനങ്ങൾ ഇടുക, ഞാനടക്കം. VPയുടെ കേസ് എടുത്താലും നമുക്ക് മനസ്സിലാവും നമ്മുടെ 15 Pro Max ആണ് ഷാർപ്പായിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനാമിക് റേഞ്ച് എങ്ങനെയുണ്ട് നോക്കാം. അതായത് ഈ ഇരുണ്ട സ്ഥലങ്ങളിൽ എന്തോരം ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനാണ് ഡൈനാമിക് റേഞ്ച് പറയുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ പറയുന്നു. അപ്പൊ ഞാനും അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ഇരുണ്ട സ്ഥലങ്ങളിൽ നോക്കാം. ഇപ്പോൾ ഇരുട്ട് സ്ഥലത്തേക്ക് നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഈ രണ്ട് ഏരിയ കണ്ട, ഇത് രണ്ടിലും നമുക്ക് 15 Pro Max ആണ് മറ്റ് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ആകാശത്തിന്റെ ഇത് പിന്നെ നോക്കണ്ട. പിന്നെ ഇതിൽ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ 13 Pro Max കുറച്ച് കളേർഡ് ആണല്ലോ, അപ്പൊ അതാണല്ലോ ഭംഗി കൂടുതൽ. പക്ഷെ അത് നോക്കണ്ട, ഞാൻ അറിയാണ്ട് വൈബ്രന്റ് ഫിൽറ്റർ ഓഫ് ആക്കാൻ മറന്നു. അപ്പൊ എന്റെ ഫോണിൽ കുറച്ച് കളർ തോന്നും, പക്ഷെ അത് നോക്കണ്ട, മറ്റേ നമുക്ക് ആ ഫിൽറ്റർ ഇട്ടാൽ സെയിം കളർ കിട്ടും. അപ്പൊ ഈ ഡീറ്റെയിലിന്റെ കേസിൽ ഇപ്പൊ നമുക്ക് ഈ ഫോട്ടോ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റിന്റെ ഫോട്ടോ കൂടി എടുത്ത് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ പോസ്റ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ അതുപോലെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 15 Pro Max ആണ് മറ്റ് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള. പോരാത്തന്നെ ഈ ഡൈനാമിക് റേഞ്ച് ഉണ്ടാ, ഈ ഡാർക്ക് ഒക്കെ ഇവിടെ ഭയങ്കര ഡാർക്കാണ്. നമ്മുടെ ഇവിടത്തെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് കുറച്ച് ബ്ലോൺ ആണ്. നമ്മുടെ 13 Pro Max അത് അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഹൈലൈറ്റ്സ് അത്ര സീനാക്കിയിട്ടില്ല. ചിലപ്പോൾ ഓരോ സെനാരിയോസിന്റെ ആവും. മാത്രമല്ല ഇപ്പൊ നമുക്ക് ഇനി ഈ ഭണ്ഡാരപ്പെട്ടി അല്ല, ഈ പോസ്റ്റിന്റെ അടിയിലുള്ള ലൈറ്റ് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും 15 Pro Max ആണ് മച്ച് ഷാർപ്പർ. അത് പ്രോസസ്സിംഗ് ആവാം, പക്ഷെ പ്രോസസ്സിംഗ് അല്ല, മെയിൻ ആയിട്ട് 48 മെഗാപിക്സലിന്റെ സെൻസർ മാറ്റിയപ്പോൾ തന്നെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഡൈനാമിക് റേഞ്ച് ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ കാരണം മെയിൻ അതാണ്. അപ്പൊ നമ്മുടെ മെയിൻ സെൻസറും നമ്മുടെ 15 Pro Max തന്നെയാണ് അടിപൊളി. നമുക്ക് വൈഡ് ആംഗിൾ എങ്ങനെയാ വരുന്നത് നോക്കാം. അപ്പൊ വൈഡ് ആംഗിളിന്റെ കേസിലാണ് നമ്മുടെ 13 Pro Max ഒരു മുക്കിൽ കിടക്കുന്നത്.
അപ്പോൾ മെയിൻ ആയിട്ട് ഇതിന്റെ വൈഡ് ആംഗിൾ ഫോട്ടോസിന്റെ വിഷയമാണ് ഈ എഡ്ജ് ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ വൈഡ് ആകും തോറും നമ്മുടെ എഡ്ജിലുള്ള ഡീറ്റെയിൽസ് കുറയും. അപ്പോൾ ഈ കേസിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് 13 Pro Maxന്റെ അവസ്ഥ. കണ്ട നല്ല വ്യത്യാസമുണ്ട്. 15 Pro Max അടിപൊളിയായിട്ട് എഡ്ജൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഇപ്പോൾ മറ്റേ ഇതായാലും ഡൈനാമിക് റേഞ്ച് ആയാലും കണ്ടില്ല, ഈ മരത്തിന്റെ ഇവിടെയുള്ള ഷാഡോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ 15 Pro Max അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും ഇവനെ ഇപ്പൊ ഡ്രസ്സ് മാറി വന്ന് കുട്ടപ്പനായി വന്നിരിക്കണേന്ന്. അപ്പൊ സംഭവം അതല്ല. അന്ന് ഞാൻ ആ ബാക്കി വീഡിയോ എടുത്ത് വെക്കണതിന്റെ ഇടയിൽ ആൾക്കാർ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പിന്നെ അത് നിർത്തേണ്ട വന്നു. അപ്പൊ ഞാൻ വെച്ച് പിന്നെ എടുക്കാന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ ചായ കുടിക്കാൻ ഒന്ന് പുറത്തു പോയിരുന്നു. ആ ചായക്കടയിൽ വെച്ച് ഒരു തൊപ്പി ഒരു പണ്ടാരക്കാലം അടിച്ചുകൊണ്ടുപോയി. അതായാലും അത് പോട്ടെ. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ ഹുഡിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഞാൻ വൈഡ് ആംഗിളുടെ കേസ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് സൂം ലെൻസ് എങ്ങനെയാണ് നോക്കാം. അപ്പൊ സൂം ലെൻസ് 3x 5x ആണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമുക്ക് ചിന്തിക്കൊന്നും വേണ്ട. 3x സൂം ചെയ്യണതൊക്കെ 13 Pro Max അടിപൊളിയായിരിക്കും. 5x 15 Pro Max അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പൊ ഇത് രണ്ട് ഞാൻ കണ്ണിമാങ്ങയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ണിമാങ്ങയില്ല, ഏതൊരു മാങ്ങ. അപ്പൊ ഈ 13 Pro Maxൽ 3x ഇപ്പുറത്ത് 2x കിടക്കണം. അപ്പോ ഈ 3x കണ്ടില്ലേ, അടിപൊളി ഒരു ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ സൂം ചെയ്തിട്ടുള്ളതാണ് ഈ 15 Pro Max. അതുകൊണ്ട് അത് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്കിനി 5x എങ്ങനെയാ നോക്കി കഴിഞ്ഞാൽ 13 Pro Maxൽ 5x കണ്ട ക്ലാരിറ്റി പോയി ഓയിൽ പെയിന്റ് അടിച്ച പോലെ. പക്ഷെ 15 Pro Max അത്യാവശ്യം ഡീറ്റെയിൽ ഒക്കെ ഷാർപ്പായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇതുണ്ടായിട്ട് പോലും ഈ 15 Pro Maxൽ ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ടില്ലേ, ആ മാങ്ങയുടെ ഇതൊക്കെ ബ്ലോ ആയിട്ടൊക്കെയാണത്. അപ്പോൾ ആ കേസ് കുറച്ച് ബാക്കാണ്. എന്നാലേ പോട്ടെ, നമുക്കിനി വേറെ ഫോട്ടോ ഉണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് ഈ ഫോട്ടോ നോക്കാം. ഇതിപ്പോ രണ്ട് പിള്ളേർ കുളിക്കണതാണ്. ഞാൻ അതിന് വേണ്ടി എടുത്തതല്ല കേട്ടോ, അവരുടെ എടുത്തതല്ല, അവിടെ അറിയാണ്ട് അവർ വന്നു. ഓക്കെ. അപ്പോ ഇത് 3x ആണ് രണ്ടും. അപ്പൊ 3x സൂം ചെയ്താൽ നമുക്കറിയാം 13 Pro Max അടിപൊളിയാണ്. അതുപോലെ തന്നെ 15 Pro Max ഡീറ്റെയിൽ സൂം ആയ കാരണം അത് കാര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ 5x നോക്കാം. 5x രണ്ട് ഫോട്ടോയും 5x എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓയിൽ പെയിന്റ് അടിച്ച പോലെയായി. മറ്റേ 15 Pro Max പിന്നെയും ഡീറ്റെയിൽ ഉണ്ട്. പിന്നെ ഹൈലൈറ്റ്സിന്റെ കേസിൽ ഇവിടെ നോക്കാൻ ഒന്നുമില്ല. മറ്റേ മാങ്ങയുടെ കേസിൽ കറക്റ്റായിട്ട് മനസ്സിലായില്ല. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ സൂം ലെൻസിലുള്ള കളികൾ. അപ്പൊ നമുക്ക് പോർട്രേറ്റ് എങ്ങനെയാ വരുന്നത് നോക്കാം. ഓക്കെ. അപ്പൊ പോർട്രേറ്റിന്റെ കേസിൽ എനിക്കൊരു മോഡലിനെ കിട്ടിയിട്ടുണ്ട്. ഇവന്റ് തന്നെയാണ് 15 Pro Max. അന്നം തന്നവന്റെ കൈക്ക് കൊത്തണം എന്നാണ് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവനെ തന്നെ എടുക്കാം. അത് വരും കാലത്ത് എന്തെങ്കിലും വരുന്ന മോഡൽസ് ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവനെ പറ്റി നോക്കാം. അപ്പോൾ ഇതാണ് 1x പോർട്രേറ്റ് രണ്ടിന്റെ. അപ്പോൾ 13 Pro Max സൂം ചെയ്ത് കഴിഞ്ഞാൽ എഡ്ജ്, ഇനി അവന് സൂം ചെയ്തതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കാട്ടിൽ കളഞ്ഞേക്കാണ്. കണ്ടില്ലേ, കഴുത്തിന്റെ എവിടെയും ഇവിടെ ഒന്നും ഒരു വ്യതയില്ല. പക്ഷെ ഇതില് അയ്യോ ഫോട്ടോ മാറിപ്പോയി. പക്ഷെ ഇതിൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യം, എനിക്ക് കളർ ഇല്ലേ, ഇത് ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് 3x എടുക്കുന്ന ഫോട്ടോസ് ഭംഗിയുണ്ട് കുറച്ചുകൂടി കാണാൻ. അത് ആ കളറിന്റെയാണ്, അല്ലാണ്ട് 15 Pro Maxന് സൂപ്പർ പവർ ഉണ്ടായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് മോസ്റ്റ്ലി ആൾക്കാർ 13 Pro Max അടിപൊളിയാണെന്ന് തോന്നിപ്പിക്കണത്. അപ്പൊ ഇനി നമുക്ക് 3x നോക്കാം. ഈ 15 Pro Maxൽ 3x ഇല്ല, 2x തന്നെയുള്ളത്. അത് ഡീറ്റെയിലി സൂംഡ് സംഭവമാണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് നോക്കാം. ആ കേസിൽ നമ്മുടെ 13 Pro Max അടിച്ച് കൈ വേണ്ട, അങ്ങനെ പറയണ്ട, അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോ ഇതിൽ കണ്ട ഡിറ്റക്ഷൻ ആയാലും ഡീറ്റെയിലിംഗ് ആയാലും അടിപൊളിയാണ്. പോർട്രേറ്റ് ഈസ് കിഡിലൻ. പക്ഷേ ഈ 2x 15 Pro Max എടുത്തത് അതിന്റെ മറ്റേ സൂം ലെൻസ് യൂസ് ചെയ്തിട്ടില്ല. മെയിൻ ലെൻസ് തന്നെ ക്രോപ്പ് ചെയ്തെടുക്കുകയാണ്. അവിടെ വലിയ കാര്യമൊന്നുമില്ല. ഡീറ്റെയിലിംഗിലായാലും ഡിറ്റക്ഷൻ ആയാലും ആകെ കഥയാണ്. അപ്പൊ ഇനി ഈ 15 Pro Maxന്റെ 5x എങ്ങനെയുണ്ട് നോക്കണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് 5x. ഇപ്പുറത്ത് 3x തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, വേറെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല. ഈ 5x 15 Pro Max അടിപൊളിയാണ്. ഈ ഹെയർ എടുക്കണ കേസിൽ വരെ 13 Pro Maxനേക്കാൾ അടിപൊളിയാണ് 15 Pro Max ഈ 5x സൂമിൽ. പക്ഷെ അപ്പോഴും എനിക്ക് എന്താ വിഷയം വെച്ചാൽ കുറച്ചുകൂടി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് 13 Pro Max ആണ്. ചിലപ്പോൾ എൻ്റെ ഫോൺ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് മാത്രമല്ല, നമ്മളാ ആ ഒരു ഇതില്ലേ 3x എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് സ്ഥലത്തൊക്കെ കൊണ്ടിട്ടുള്ളൂ. പക്ഷെ 5x എന്ന് വെക്കുമ്പോൾ നമ്മൾ അത്രയും ബാക്കിലേക്ക് ഇറങ്ങണം. മനസ്സിലായില്ലേ, അടിപൊളിയായിട്ട് പോയി കിട്ടും. അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നമുക്ക് നമ്മുടെ മോഡലിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഇപ്പുറത്ത് 3x ഇപ്പുറത്ത് 5x തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒരു ഇൻസ്റ്റാഗ്രാം റെഡി ഫോട്ടോ എന്ന് പറയുന്നത് 13 Pro Max ആണ്. ബാക്കി ഡീറ്റെയിലിങ്ങിന്റെയും ബാക്കി എന്ത് കേസ് നോക്കിയാലും അതൊക്കെ അടിപൊളി 15 Pro Max തന്നെയാണ്. പക്ഷേ കണ്ട കുറച്ചുകൂടി ഇങ്ങനെ എനിക്ക് ഷാർപ്പൻ അതിന് കാണിക്കാൻ വേണ്ടി ഓവർ ഷാർപ്പ് ചെയ്ത പോലെ ഉണ്ട്. ഇപ്പൊ നമുക്ക് സൂം ചെയ്ത് നോക്കാം ഇവന്റെ മുഖം കണ്ട. പക്ഷെ ഈ മുടിയൊക്കെ ക്യാപ്ചർ ചെയ്യണമല്ലോ 15 Pro Max അടിപൊളിയാണ്. 13 Pro Max അടുത്ത് വെക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5x വേണോ 3x വേണോ ആലോചിച്ചിട്ട് എടുത്താൽ മതി. എനിക്ക് വേണേ 15 Pro എടുത്തു കഴിഞ്ഞാൽ 3x കിട്ടും. അതിൽ ഈ Pro Maxൽ പോകുമ്പോൾ മാത്രം 5x വരുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മൾ പോർട്രേറ്റിന്റെ കേസ് പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ സംഭവം സിനിമാറ്റിക് മോഡ്. ഇതുവരെ ആൻഡ്രോയിഡിനൊപ്പം പിടിക്കാൻ പറ്റാത്ത സംഭവമാണ് സിനിമാറ്റിക് മോഡ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഈ രണ്ട് ഫോണിലും വ്യത്യാസം നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ മോഡലിന് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്കിതിൽ സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് രണ്ട് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം.
അപ്പൊ അത് അവൻ പറയണതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ വീഡിയോ കണ്ടാലും എനിക്ക് രണ്ട് ഏകദേശം ഒരുപോലെ തോന്നുന്നത്. പക്ഷെ നമ്മുടെ 15 Pro Max ഡീറ്റെയിലിൽ ഫാർ ബെറ്റർ ആണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ 15 Pro Max നമുക്ക് 4K 30 ഷൂട്ട് ചെയ്യാൻ പറ്റും സിനിമാറ്റിക് മോഡ്. 30 Pro Max പറ്റില്ല. 1080p 30 സ്റ്റക്ക്. പിന്നത്തെ മെയിൻ സംഭവമാണ് നമ്മുടെ 3x സിനിമാറ്റിക്. അപ്പൊ ഇതില് 15 Pro Max ഒരു സീൻ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ 15 Pro Max 5x നമുക്ക് സിനിമാറ്റിക് എടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ ഫോൺ എടുക്കാൻ മുമ്പ് നോട്ട് ചെയ്ത് വെച്ചോ. കാരണം 13 Pro Max 1x 3x ലെൻസിലും നമുക്ക് സിനിമാറ്റിക് എടുക്കാം. 15 Pro Max പറ്റില്ല. 15 Pro Max 1x 2x 3x സിനിമാറ്റിക് എടുക്കാം. പക്ഷെ ഇത് മൂന്നും ഡീറ്റെയിൽ ക്രോപ്ഡ് ആണ്. അതിന്റെ 5x സിനിമാറ്റിക് മോഡ് എടുക്കാൻ പറ്റില്ല. അതെന്താന്ന് ഞാൻ നോക്കിയപ്പോൾ എന്തോ ലെൻസ് വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് എനിക്ക് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെച്ചോ. അതുകൊണ്ട് നിങ്ങൾ പ്രോബബ്ലി 15 Pro എടുക്കാവും നല്ലത്. ഈ 5x അതിൽ 3x സിനിമാറ്റിക് ഒന്നുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഡിജിറ്റലി സൂംഡ് ആയ കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ 13 Pro Max അടിപൊളിയായിരിക്കുന്നു. പക്ഷേ രണ്ടും ഏകദേശം സിമിലർ ആണ്. ഈ 15 Pro Max 4K 30 FPS ഉള്ളതുകൊണ്ട് തന്നെ ഇത് 1080p 30 ആണല്ലോ 30. അപ്പോൾ അത് രണ്ടും ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ ഇവന്റെ വീഡിയോ വെച്ച് കാണിച്ചു തരാം. ഇത് 15 Pro Max ഡിജിറ്റലി സൂംഡ് ആണ് ആ സിനിമാറ്റിക്. എനിക്ക് തോന്നുന്നു എഡ്ജ് ഡിറ്റക്ഷനിൽ കുറച്ചും കൂടി അടിപൊളി 13 Pro Max തന്നെയാണ്. പക്ഷെ ഡീറ്റെയിലിംഗിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് 4K ആയതുകൊണ്ട് തന്നെ കുറച്ച് സൂം ചെയ്തിട്ട് എടുത്തപ്പോഴും വലിയ അലമ്പൊന്നും തോന്നില്ല. പക്ഷെ എഡ്ജിലും എനിക്ക് കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടുള്ള 13 Pro Max ഇഷ്ടമായത്. ഈ 15 Pro Max ഞാൻ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ല ഇവന്മാരത് ഇവന്റെ ചിരി കാണിച്ചു കൊണ്ടിട്ടാവും ഷാർപ്പൻ ആക്കാൻ വേണ്ടി ഷാർപ്പ് ചെയ്ത പോലെ ഉണ്ട്. ഇങ്ങനെ ഡീറ്റെയിൽ നമ്മളിങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കില്ല അങ്ങനെ. പിന്നെ ഈ സാധാ വീഡിയോ റേസ് ഇങ്ങനെ ഇപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മെയിൻ വീഡിയോന്റെ കേസിൽ ഇവനെ വെച്ച് നോക്കാം നമുക്ക്. മെയിൻ വീഡിയോ റേസിലാണ് എനിക്ക് ഒരു വ്യത്യാസം ഒരുവിധം തോന്നിയില്ല രണ്ടും തമ്മിൽ. എനിക്ക് രണ്ടും സിമിലർ ആയിട്ട് തോന്നി. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഡൈനാമിക് റേഞ്ചോ അങ്ങനത്തെ കേസിലോ ഒന്നും എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഇപ്പൊ ഡീറ്റെയിലിങ്ങിന്റെ കേസായാലും എനിക്ക് അത്ര വിഷയം തോന്നിയില്ല രണ്ടു തമ്മിൽ. അതിന് എനിക്ക് ഇതിനെ പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ പിന്നെ സ്റ്റെബിലൈസേഷൻ ചെക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ അതും കൂടി എടുത്ത് നോക്കാം. നീ സൂം ചെയ്യണമെന്ന് നോക്കണ്ടാ, അതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടണം. അപ്പോൾ ഈ നോർമൽ വീഡിയോന്റെ കേസിൽ എനിക്ക് വലിയ വ്യത്യാസം തോന്നിയില്ല. ഇനി കുറച്ചും കൂടി ഈ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ ലൈറ്റ് കുറവുള്ള അങ്ങനെയൊക്കെ എടുക്കുമ്പോഴും കുറച്ചും കൂടി 15 Pro Max അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. അതും എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഫസ്റ്റത്തെ പരിപാടി ആയിരുന്നു. കുറേ കേസൊക്കെ മറന്നുപോയി. ഞാൻ ഈ സ്റ്റെബിലിറ്റി ഓടിയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ലോ ലൈറ്റും കൂടി എങ്ങനെയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ലോ ലൈറ്റിന്റെ കേസിൽ എന്തായാലും ഡീറ്റെയിൽ 15 Pro Max തന്നെയാണ്. അത് ഞാൻ സൂം ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും സൂം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും 15 Pro Max തന്നെയാണ്. പിന്നെ ഈ ലൈറ്റ് ഇല്ല. ഇപ്പൊ ഈ രണ്ട് ഫോട്ടോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ലൈറ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് കുറച്ചുകൂടി 13 Pro Max അടിപൊളിയായിട്ട് തോന്നി. ഈ 15 Pro Max അങ്ങോട്ട് അതിനെന്താ വാക്ക് നിൽക്കാറില്ല, അങ്ങനെ ആയിട്ട് കിടക്കണത് ഈ ലൈറ്റ്. അപ്പൊ നമുക്ക് ഈ ഫോട്ടോ കൊണ്ട് നോക്കാം, നമ്മുടെ പാലത്തിന്റെ ഫോട്ടോ. അപ്പോൾ ഇതിൽ ഈ ആകാശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും 13 Pro Max ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ 15 Pro Max ഒരുവിധം ശ്രമിച്ചിട്ടുണ്ട് നല്ലോണം. മാത്രമല്ല ഇപ്പൊ ഈ പുല്ലും പുൽച്ചാടി ആ സ്ഥലമൊക്കെ കണ്ട ബെറ്റർ ആയിട്ട് എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഡീറ്റെയിലിങ്ങിലും ഈ പാലത്തിന്റെ എഡ്ജിലേക്ക് നോക്കിയാൽ മനസ്സിലാവും 15 Pro Max അതിലൊന്നും ഒരു നോ ചർച്ചയുടെ ആവശ്യമില്ല അതില്. പിന്നെ ഈ നൈറ്റ് പോർട്രേറ്റും നൈറ്റ് ഇതൊന്നും ഞാൻ എടുത്തത് കാണിക്കുന്നില്ല, കാരണം അതൊക്കെ ശോകമാണ്. കാരണം അതൊന്നും എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡിന്റെ അത്രയ്ക്ക് എത്തിയിട്ടില്ല. ഈ നൈറ്റിന്റെ കേസിൽ ഇപ്പോഴും കുറച്ച് പിന്നിൽ തന്നെയാണ് രണ്ട് ഫോണും. അപ്പൊ ഞാൻ അതൊന്നും അധികം എടുത്ത് കാണിച്ചിട്ടില്ല, അതിനെപ്പറ്റി അധികം നോക്കാനും പോയില്ല. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ എനിക്ക് പറ്റണ പോലെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം കറക്റ്റ് ആണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു 10K വ്യൂസ് കിട്ടിയാൽ ഞാൻ എവിടുന്നെങ്കിലും 17 Pro കൊണ്ടുവന്ന് 13 Pro ആയിട്ട് റിവ്യൂ ചെയ്യും. ക്യാമറ എന്തായാലും നിങ്ങൾക്ക് അത് കാണേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇപ്പോൾ തന്നെ ഉത്തരം അറിയാതായിരിക്കും. അടിപൊളി നന്നായി നമ്മൾ ചെയ്തിരിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.